ലോകത്ത് ആരുടെ പക്കലാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ അടുത്താണ് ഏറ്റവും കരുത്തുറ്റ ആയുധങ്ങൾ എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ്. 2026 ഗ്ലോബൽ ഫയർ പവർ സൈനിക ശക്തി റാങ്കിംഗ് പുറത്തു വരുമ്പോൾ ആഗോള പ്രതിരോധ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങളാണ് പ്രകടമാകുന്നത്. 145 രാജ്യങ്ങളിലെ സായുധ സേനകളെ 60-ലധികം സൂചകങ്ങൾ ഉപയോഗിച്ച് വിലയിരുത്തി തയ്യാറാക്കിയ ഈ പവർ ഇൻഡെക്സ് സ്കോർ പ്രകാരം ലോകത്തെ നിയന്ത്രിക്കുന്ന ആ 7 കരുത്തന്മാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദക്ഷിണേഷ്യയിലെ സിംഹഗർജനമായി ഇന്ത്യ 4-ാം സ്ഥാനത്ത് നിലനിർത്തുമ്പോൾ സാങ്കേതിക തികവും പണക്കൊഴുപ്പും കൊണ്ട് അമേരിക്ക 1-ാമതായി തുടരുകയാണ്. എന്നാൽ ഈ റാങ്കിങ്ങുകൾക്കുമപ്പുറം യുദ്ധകളത്തിലെ യഥാർത്ഥ വിജയികൾ ആരാണെന്ന പുതിയ ചർച്ചകൾക്കും ഈ റിപ്പോർട്ട് വഴിമരുന്നിടുന്നുണ്ട്. ഒരുപക്ഷെ ആകാശവും ഭൂമിയും കടലും ആയുധക്കരുത്തുകൊണ്ട് മൂടുന്ന ഈ 7 രാജ്യങ്ങളായിരിക്കാം വരുംകാല ലോകത്തിന്റെ വിധി നിർണ്ണയിക്കുന്നത്. 2005 മുതൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമെന്ന പദവി കൈവിടാതെ അമേരിക്ക ഈ വർഷവും 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. 0.0741 എന്ന പവർ ഇൻഡെക്സ് സ്കോറുമായാണ് US പടയോട്ടം തുടരുന്നത്. സമാനതകളില്ലാത്ത പ്രതിരോധ ചെലവ്, ആഗോളതലത്തിൽ എവിടെയും സൈന്യത്തെ വിന്യസിക്കാനുള്ള ശേഷി, വിപുലമായ ആണവായുധങ്ങൾ, ലോകത്തെവിടെയും വേരോട്ടമുള്ള സൈനിക താവളങ്ങളുടെ ശൃംഖല എന്നിവയിലാണ് അമേരിക്കയുടെ ആധിപത്യം നിലനിൽക്കുന്നത്. 0.0791 എന്ന സ്കോറുമായി റഷ്യ 2-ാം സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു. സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും കൂറ്റൻ ആണവായുധ ശേഖരം, ദീർഘദൂര മിസൈൽ സേന, ലോകത്തെ ഞെട്ടിക്കുന്ന കരയുദ്ധ ശേഷി എന്നിവ റഷ്യയെ കിഴക്കൻ യൂറോപ്പിലെ അജയ്യമായ ശക്തിയായി നിലനിർത്തുകയാണ്. 3-ാം സ്ഥാനത്തുള്ള ചൈന 0.0919 സ്കോറുള്ള 3-ാം സ്ഥാനത്തുള്ള ചൈന അതിവേഗ നവീകരണത്തിലൂടെ അമേരിക്കയ്ക്ക് തൊട്ടു പിന്നിലെത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാൻഡിംഗ് ആർമിയും വികസിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലൂ വാട്ടർ നേവിയും ചൈനയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഭീഷണിയാക്കി മാറ്റുന്നുണ്ട്. ഈ വൻശക്തികൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ്. 0.1346 എന്ന സ്കോറുമായി 4-ാം സ്ഥാനത്ത് തുടരുന്ന ഇന്ത്യ ദക്ഷിണേഷ്യയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത സൈനിക ശക്തിയാണ്. ഭീമമായ മനുഷ്യശക്തി, തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആയുധങ്ങൾ, ആണവ പ്രതിരോധ ശേഷി, അതിശക്തമായ മിസൈൽ കരുത്ത് എന്നിവ ഇന്ത്യയെ ആഗോള സൈനിക ഭൂപടത്തിൽ മുൻനിരയിൽ എത്തിക്കുന്നുണ്ട്. 5-ാം സ്ഥാനത്തുള്ള ദക്ഷിണ കൊറിയ തങ്ങളുടെ അയൽപ്പക്കത്തെ വെല്ലുവിളികൾ നേരിടാൻ US-ഉമായി ചേർന്ന് മിസൈൽ പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ട്. ഇത്തവണത്തെ റാങ്കിങ്ങിൽ 6-ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഫ്രാൻസ് യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി മാറി. ആണവായുധങ്ങളുടെയും അത്യാധുനിക വ്യോമസേനയുടെയും കരുത്തിലാണ് ഫ്രാൻസ് മുന്നേറുന്നത്. 7-ാം സ്ഥാനത്തുള്ള ജപ്പാൻ ഭരണഘടനാപരമായ പരിമിതികൾക്കിടയിലും സാങ്കേതികമായി ഏറെ മുന്നിലാണ്. തങ്ങളുടെ നാവിക വ്യോമശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കാൻ ജപ്പാൻ പ്രതിരോധ ചെലവ് കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. എന്നാൽ ആഗോള പ്രതിരോധ വിദഗ്ധർ മുന്നോട്ട് വെക്കുന്ന ഒരു പുതിയ നിരീക്ഷണം ഈ റാങ്കിങ്ങുകളെ പോലും അപ്രസക്തമാക്കുന്നതാണ്. ആയുധങ്ങളുടെ എണ്ണവും സാങ്കേതിക തികവും കൊണ്ട് മാത്രം യുദ്ധം ജയിക്കാനാവില്ലെന്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാൻ. കോടികൾ വിലയുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെറും തുച്ഛമായ വിലയുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ വെല്ലുവിളിക്കുകയാണ്. വൻകിട രാജ്യങ്ങളുടെ പവർ ഇൻഡെക്സ് സ്കോറുകളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് വില കുറഞ്ഞതും എന്നാൽ ഫലപ്രദവുമായ ഈ കുഞ്ഞൻ ഡ്രോണുകൾ യുദ്ധകളത്തിലെ സമവാക്യങ്ങൾ മാറ്റിവരയ്ക്കുമ്പോൾ സാങ്കേതിക വിദ്യയുടെ കരുത്ത് മാത്രം പോരാ, മറിച്ച് തന്ത്രപരമായ നീക്കങ്ങളും യുദ്ധം ജയിക്കാൻ ആവശ്യമാണെന്ന് ഇറാൻ തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുംകാല യുദ്ധങ്ങളിൽ വിജയിക്കുക ഈ റാങ്ക് ലിസ്റ്റിലെ 1-ാമന്മാരായിരിക്കില്ല, മറിച്ച് യുദ്ധതന്ത്രങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ മാറ്റങ്ങൾക്കനുസരിച്ച് യുദ്ധതന്ത്രങ്ങൾ മെനയുന്നവരായിരിക്കും. ലോകക്രമം മാറുകയാണ്. ആയുധങ്ങൾ കൊണ്ട് ഭൂപടം വരയ്ക്കുന്ന കാലം കഴിഞ്ഞ് പുതിയ യുദ്ധതന്ത്രങ്ങൾ കൊണ്ട് ശത്രുവിനെ തളയ്ക്കുന്ന കാലമാണിത്. ഇന്ത്യയും അമേരിക്കയും റഷ്യയും തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ സൈബർ യുദ്ധമുറകളിലും ഡ്രോൺ വിപ്ലവങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ആയുധങ്ങളുടെ ആധിക്യമല്ല, മറിച്ച് അവയുടെ കൃത്യമായ പ്രയോഗമാണ് വിജയത്തിന്റെ താക്കോൽ. ആകാശത്ത് അഗ്നി വർഷിക്കുന്ന മിസൈലുകളെക്കാൾ മാരകമായേക്കാം ഒരു പക്ഷേ നിശബ്ദമായി പറന്നെത്തുന്ന ഒരു ചെറിയ ഡ്രോൺ. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം വരുംകാല സൈനിക വിന്യാസങ്ങൾ എന്നതിൽ തർക്കമില്ല. ഇന്ത്യ 4-ാം സ്ഥാനത്ത് തുടരുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും നൽകുന്ന മുന്നറിയിപ്പാണോ? അത്യാധുനിക ആയുധങ്ങളെക്കാൾ ചെലവ് കുറഞ്ഞ ഡ്രോണുകളാണോ വരുംകാല യുദ്ധം നിയന്ത്രിക്കുക?